ഹലോ ഫ്രണ്ട്സ്, ബക്രീദിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പായസമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് ഞാൻ രാഗി സേമിയ വെച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ വീറ്റ് ഫ്ലോർ വെച്ചിട്ടുള്ള സേമിയ കൊണ്ടാണല്ലോ പായസം തയ്യാറാക്കാറ്. അപ്പോൾ ഇത് രാഗി സേമിയ കൊണ്ട് തയ്യാറാക്കുന്നത് കൊണ്ട് ഇത് വേറൊരു വ്യത്യസ്ത രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെക്കാം. ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള രാഗി സേമിയ എടുത്ത് വെക്കാം. ഇതാണ് രാഗി സേമിയ. അപ്പോൾ ഇത് രാഗി വെച്ചിട്ട് ഈ ഒരു പാക്കറ്റിൽ നിന്ന് 1 കപ്പാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് വെച്ചിട്ടുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. 1 കപ്പ് രാഗി സേമിയ എടുക്കുമ്പോൾ 1/4 കപ്പ് ചവ്വരി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കപ്പിനൊരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തിന്നാണ് ഈ സേമിയ. അപ്പോൾ ഇത് ഞാൻ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. 1 കപ്പ് സേമിയയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര. അപ്പോൾ ഇത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചവ്വരി തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് തിളക്കാറായിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം നല്ല പോലെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതെല്ലാം റെഡി ആകുമ്പോഴേക്കും ചവ്വരി വെന്തോളും. ജസ്റ്റ് തിളച്ച ശേഷം ഓഫാക്കിടാം. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു കാരമലൈസ് ചെയ്ത് എടുക്കണം പഞ്ചസാര. ഈ കാരമലൈസ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മളിത് പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ ഒരു പായസത്തിന് നല്ല ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ കാരമലൈസ് ചെയ്ത് എടുക്കാൻ. അല്ലെങ്കിൽ ഓവർ ഡാർക്കായി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും, ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാം നല്ലപോലെ മെൽട്ടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മെൽട്ടായി വരണം. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ അത് വീണ്ടും കട്ടിയാവും. അപ്പോൾ പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. വീണ്ടും അത് മെൽട്ടായി വരും. മെൽട്ടായതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ നല്ല പോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് ഇതിൽ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. മൊത്തം 1 ലിറ്റർ പാലാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ആദ്യം 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം മിക്സ് ആയതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ലൊന്ന് മിക്സ് ആയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തം 1 ലിറ്റർ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഇനി പാൽ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് സേമിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് പാൽ തിളപ്പിക്കാൻ വെക്കാം. ഒരടുപ്പത്ത് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കിസ്മിസും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിന്നിട്ട് പാനിൽ നിന്ന് മാറ്റാം. പാനിൽ നിന്ന് മാറ്റിയ ശേഷം അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ രാഗി സേമിയ ഇട്ട് കൊടുക്കുക. രാഗി സേമിയ ആ നെയ്യിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കുക. കൂടുതൽ സമയം ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. കാരണം അത് തിന്ന് സേമിയ ആയതുകൊണ്ട് കൂടുതൽ ആവശ്യമില്ല. കൂടുതൽ നെയ്യിലിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഒരു 3-4 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഈ സമയത്ത് നമ്മുടെ പാൽ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരി ആ വെള്ളത്തോട് കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നാലേ നമുക്കിത് കറക്റ്റ് ഒന്ന് തിക്കായി വരുള്ളൂ. ഞാൻ നല്ലപോലെ തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് അതുപോലെ ആ ചൂടിൽ കിടന്നു. അതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തത്. ചവ്വരി നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സേമിയ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ പായസത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക്. ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇതിന് മുമ്പ് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലൊരു ടേസ്റ്റുള്ളൊരു പായസമാണ് കേട്ടോ ഇത് രാഗി സേമിയ അല്ല, നമ്മൾ സാധാ സേമിയ വെച്ചിട്ടും ചെയ്യാം. പക്ഷേ രാഗി സേമിയ കൊണ്ട് ചെയ്യുമ്പോൾ നല്ലൊരു കളർഫുള്ളുമാണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. രാഗി സേമിയ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്, ചോദിച്ചിട്ട് വാങ്ങാം. പിന്നെ ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പായസം നമുക്ക് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ രാഗി സേമിയ പായസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബദാമും കേശീസും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ബക്രീദിന് ഇതുപോലുള്ളൊരു പായസം ഉണ്ടാക്കി നോക്കുക. നമ്മൾ എപ്പോഴും കുടിക്കാത്ത പായസമല്ല, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. എൻ്റെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ലൊരു വിഭവമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും എൻ്റെ നന്ദി.